കോവക്ക കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി കറിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ് ഈ ഒരു കറി. വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുന്നൊരു ടേസ്റ്റുമാണിത്. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് തന്നെ വേറൊരു ടൈപ്പിലാണ്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യാത്ത ഒരു രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ വീട്ടിൽ ഇതുപോലുള്ളൊരു കോവക്ക വള്ളിയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഫ്രഷ് ആയിട്ടുള്ള കോവക്ക പറിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലുള്ളൊരു കറി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കിലോ കോവക്ക എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/2 കിലോ ആണ് കേട്ടോ അളവിൽ എടുത്തിട്ടുള്ളത്. കോവക്ക എടുക്കുമ്പോൾ പഴുത്ത കോവക്ക എടുക്കരുത് കേട്ടോ. ഒരു മൂപ്പുള്ള കോവക്ക എടുക്കുക. എന്നിട്ട് നമുക്കത് 4ആയിട്ട് കട്ട് ചെയ്യാം കേട്ടോ. പോലെ കഴുകിയതിന് ശേഷം 4ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നിലക്കടല ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നിലക്കടല നല്ലപോലെ ഒന്ന് വറുത്ത് എടുക്കണം. നമുക്കിതൊക്കെ ഒന്നായിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിലക്കടല 1 ടേബിൾ സ്പൂൺ മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ എടുക്കാം. ഈ ഒരു അളവിലോട്ട് 1/2 കിലോ കോവക്കയുടെ അളവിലോട്ടാണ് ഞാൻ പറയുന്നത്. ഇനി നമുക്കിതിലോട്ട് എള്ളാണ് വേണ്ടത്. എള്ള് നമുക്ക് സാധാരണ ബ്രൗൺ കളറുള്ള എള്ളല്ല കിട്ടുക. അതാണെങ്കിലും കുഴപ്പമില്ല. എൻ്റെ അടുത്ത് വൈറ്റ് കളറുള്ള എള്ളാണുള്ളത്. അപ്പോൾ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് ജീരകമാണ്. ഒരു ടീസ്പൂൺ ജീരകം കൂടി എടുക്കാം. ചെറിയ ജീരകമാണ് കേട്ടോ വേണ്ടത്. അതുപോലെ തന്നെ 1/4 ടേബിൾ സ്പൂൺ എള്ളും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. 3 ഗ്രാമ്പും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ഒന്നായിട്ടൊന്ന് മൂത്തിട്ട് നല്ലൊരു സ്മെല്ല് വരണം. ഇനി നിങ്ങളുടെ കയ്യിൽ പച്ചമല്ലി ഉണ്ടെങ്കിൽ ആ എള്ളിട്ട് കൊടുത്തില്ല, ആ ടൈമിൽ ഇട്ട് കൊടുത്തിട്ടൊന്ന് വറുത്തെടുക്കുക. അതെൻ്റെ അടുത്ത് മല്ലി ഇല്ലാത്തത് കൊണ്ട് ഞാൻ മല്ലിപ്പൊടിയാണ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് കടലയും ഇതൊക്കെ എള്ളൊക്കെ വറവാവുന്ന ഒരു സമയം ഉണ്ടാവുമല്ലോ, ആ സമയത്ത് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കൂടുതൽ സമയം വറുക്കേണ്ട പൊടി ആയതുകൊണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ ഈ ചൂടിൽ തന്നെ കിടന്നിട്ട് അതായിക്കോളും. ഇനി നമുക്കത് ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം നമുക്കത് അരച്ചെടുക്കാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടാവുന്ന സമയത്ത് നമുക്ക് 1/4 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ കടുക്, അതുപോലെ തന്നെ 1 ടീസ്പൂൺ കടലപ്പരിപ്പ്, 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ഇത്രയും ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. കടകൊക്കെ ഒന്ന് പൊട്ടുമല്ലോ, ഉലുവയൊക്കെ. ആ പൊട്ടുന്ന സമയം കൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരും. ആ ഒരു സമയം വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ആ ഒരു കളർ ചേഞ്ച് ആവുന്നൊരു സമയം ഉണ്ടാവുമല്ലോ, ആ സമയം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. എണ്ണ ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെക്കാം. അപ്പോൾ അത് മൂത്തിട്ട് വരുമ്പോൾ നമുക്കിതിലോട്ട് 1 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഒരു ചെറിയ പീസസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് വയന്ന് കിട്ടും. ഇനി നമുക്ക് ഈ സവാള നന്നായിട്ടൊന്ന് വയന്ന് വരട്ടെ. ഈ സമയത്ത് നമുക്കിതിലോട്ട് പച്ചമുളക് കീറിയിട്ട് ഇട്ട് കൊടുക്കാം. 1 പച്ചമുളകാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് കുറച്ച് നല്ല എരിവുള്ള പച്ചമുളകാണ്. ഇനിയിപ്പോൾ എരിവ് കുറവുള്ള പച്ചമുളകാണെങ്കിൽ നിങ്ങൾക്ക് 2ഓ 3ഓ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. സവാളയും പച്ചമുളകൊക്കെ ഒന്ന് വാടി തുടങ്ങുന്ന സമയത്ത് നമ്മൾ എടുത്ത് വെച്ച കോവക്ക ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു കോവക്ക കൊണ്ട് 4ആയിട്ടാണ് കീറിയിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്ക് കോവക്ക പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി നമുക്ക് നല്ല പോലെ ഇതിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. കോവക്ക നമ്മൾ സവാള ഏകദേശം ഒരു പകുതി വേവാവുന്ന സമയത്താണ് നമുക്ക് കോവക്ക ചേർത്ത് കൊടുക്കേണ്ടത്. കോവക്ക ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. എന്നിട്ട് ഇടയ്ക്കൊന്ന് തുറന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലോട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ 1 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 3-4 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷമാണ് ഇത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് വീണ്ടും അടച്ചു വെക്കാം. ഇനിയിപ്പോൾ ഒരു 3 മിനിറ്റിന് ശേഷം വീണ്ടും തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ തക്കാളിയൊക്കെ ഏകദേശമൊക്കെ ഒന്ന് വന്നിട്ടുണ്ട്. ഏകദേശം ഒന്ന് ഉടഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും മുഴുവനായിട്ടൊന്നും ഉടഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ കോവക്കയും ഒരു പകുതി വേവായിട്ടുണ്ട് ഈ ഒരു സമയത്ത്. ഇനി നമുക്ക് ഇതിലോട്ട് മസാലപ്പൊടികളാണ് ആഡ് ചെയ്യാനുള്ളത്. ആദ്യം തന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. മസാലപ്പൊടികൾ എല്ലാ ഭാഗത്തേക്കും ഒന്ന് എത്തുന്ന രീതിയിൽ ഒന്ന് ജസ്റ്റ് മിക്സാക്കി കൊടുക്കാം. നല്ല പോലെ മിക്സാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. മസാലപ്പൊടികളിൽ കിടന്നിട്ട് നമ്മളെ കോവക്ക ബാക്കിയുള്ള വേവും കൂടി ഒന്ന് വെന്ത് വരണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊന്നൊരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി.
അപ്പോഴേക്കും നമ്മുടെ കടല വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് കുറച്ച് വെള്ളമോടി ഒഴിച്ചിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. അത് അരച്ച് വെച്ചപ്പോഴേക്കും ഇവിടെ കോവക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്, പാകമായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതിലോട്ട് നമ്മൾ അരച്ച് വെച്ച അരപ്പൊഴിച്ച് കൊടുക്കാം. അരപ്പൊഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് എത്രയാണോ ഇത് ലൂസിൽ വേണ്ടത് അത്രയും ലൂസിൽ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിൻ്റെ ഏത് പരുവത്തിലാണ്, ചിലർക്ക് ഇത് തിക്കായിട്ടുള്ള കറിയായിരിക്കും ഇഷ്ടം, ചിലർക്ക് ലൂസായിട്ടുള്ള കറിയായിരിക്കും വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ആക്കിയിട്ടുള്ളത്. ഇത് ചപ്പാത്തിയിലോട്ടും അതുപോലെ തന്നെ ചോറിലോട്ടും നല്ലൊരു കോമ്പിനേഷനുള്ളൊരു കറിയാണ്. നിങ്ങൾക്ക് വൈകുന്നേരത്തിന് വേണ്ടിയിട്ട് ചപ്പാത്തിക്ക് വേണ്ടിയിട്ടാണ് തയ്യാറാക്കുകയും ചെയ്യാം, അതുപോലെ തന്നെ ഉച്ചത്തെ ചോറിന് വേണ്ടിയിട്ട് തയ്യാറാക്കുകയും ചെയ്യാം. എല്ലാവർക്കും ഇഷ്ടമാവും, നല്ലൊരു കോമ്പിനേഷനാണ്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഈ കടല അരച്ച് ചേർക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. ഇനി നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. കോവക്ക കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലെയുള്ളൊരു കറി ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടമായ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇതുവരെയൊക്കെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.